ഇന്ന് എന്റെ പിറന്നാൾ. ഞാൻ എനിക്ക് തന്നെ പിറന്നാൾ വാഴ്ത്തുക്കൾ പറഞ്ഞുകൊണ്ട് കെട്ടിയോൻ എനിക്ക് വേണ്ടി കരുതി വെച്ചേക്കുന്ന പിറന്നാൾ സമ്മാനം കൈപ്പറ്റാൻ പോവുകയാണ്. എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. ഇവനാണ് എന്റെ കൂട്ടുകാരൻ ബുജ്ജി. കണ്ടില്ലേ നിങ്ങൾ ആ മുഖത്തൊരു കള്ളലക്ഷണം? പറഞ്ഞിരുന്ന സമയത്തിനേക്കാൾ കുറച്ചധികം മുന്നേ ഞങ്ങൾ അവിടെ എത്തിയത് കൊണ്ട് ഇനിയിപ്പോ ഫുഡ് കഴിച്ചിട്ടാവാന്ന് കരുതി. ആറ്റിങ്ങൽ കോരാണിയിലുള്ള യമഹയുടെ ഷോറൂമിലേക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വേറൊരു പണിയും കൂടി കിട്ടിയായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ റെസ്റ്റോറന്റിൽ എന്റെ ഒരു ഗോൾഡൻ ഇയറിംഗ് അങ്ങ് കളഞ്ഞു പോയി. തെരഞ്ഞ് അവസാനം നമ്മൾ ഇരുന്ന ടേബിളിന്റെ അടിയിൽ നിന്ന് തന്നെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് എന്റെ കെട്ടിയോന്റെ വക എനിക്കുള്ള ഈ വർഷത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇതൊരു സർപ്രൈസ് ഗിഫ്റ്റ് അല്ലായിരുന്നേ. നേരത്തെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടി ഇന്ന് തന്നെ ഇറക്കിയാൽ മതി എന്ന് ഞങ്ങൾ രണ്ടുപേരുടെ നിർബന്ധമായിരുന്നു. അപ്പൊ എന്റെ വണ്ടിയുടെ ബർത്ത്ഡേ ഒരു ദിവസം തന്നെ ആയിരിക്കുമല്ലോ. ഏപ്രിൽ 24-നായിരുന്നു ബർത്ത്ഡേ. മിക്കവാറും ഞാൻ അടുത്ത ദിവസം, അതായത് 25-നായിരിക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ നാരങ്ങയൊക്കെ വെച്ച് വണ്ടി ഉരുട്ടി ഇറക്കി ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാണ് ഷാരി. നമുക്ക് ഇതിന്റെ പ്രോസസിംഗ് കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്ത് ആക്കി തന്നത് ഇദ്ദേഹമായിരുന്നേ. ഞാൻ അത്ര പ്രോ റൈഡർ ഒന്നും അല്ലാത്തതുകൊണ്ട് ഹൈവേ കഴിഞ്ഞ് പാരിപ്പള്ളിനകത്തോട്ട് കയറിയിട്ടാണ് എനിക്ക് വണ്ടി തന്നത്. പെരുത്ത് നന്ദി ഉണ്ട് കേട്ടോ കെട്ടിയോനെ. നമ്മൾ തമ്മിൽ ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല, എന്നാലും ഇരിക്കട്ടെ. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് പള്ളിമുക്കിന്ന് ഒരു കുഴിമന്തിയൊക്കെ വാങ്ങിച്ചോണ്ടായിരുന്നു വന്നത്. അങ്ങനെ എല്ലാരും കൂടി ഇരുന്ന് ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ച്. പിന്നെ ഇത് 1 മിനിറ്റ് ഷോർട്സ് ആയതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടാൽ അത് മെനക്കെട്ടിരുന്ന ആരും കാണത്തില്ല എന്നുള്ള തിരിച്ചറിവ് എനിക്കുള്ളത് കൊണ്ട് ബാക്കി അടുത്ത ഷോർട്സിലാക്കി ഇടുന്നതായിരിക്കും. ടാറ്റാ, ടേക്ക് കെയർ.